നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പോലീസുകാർ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതും ചൈനയിൽ. വെൽക്കം ടു ചൈന വ്ളോഗ്സ് പാർട്ട് 1. ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് വന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സമയം 11:30 മണിയായിട്ടുണ്ടെങ്കിലും ഇവിടെ കോച്ചി പിടിക്കുന്ന തണുപ്പാണ്. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ബസ് കയറിയിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാൻ. ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ് കയറി കഴിഞ്ഞ് നടുവിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. പോകുന്ന വഴിയിലൊക്കെ വഴിയോര കച്ചവടക്കാർ വിന്റർ ക്ലോത്ത്സ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തണുപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ജാക്കറ്റ് മേടിച്ചിരുന്നത്. ആദ്യമൊക്കെ ഒരു വലിയ പ്രൈസ് പറഞ്ഞാലും ബാർഗെയിൻ ചെയ്ത് അതൊരു പാകത്തെ പ്രൈസിന് നമുക്ക് മേടിക്കാം. ദുനിയാവിന്റെ ഏത് കോണിലും മലയാളികൾ ഉണ്ട് എന്ന് പറയും പോലെ ഞാനും കണ്ടുപിടുന്ന കുറച്ച് മലയാളി സുഹൃത്തുക്കളെ. ജുമുഅന്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന അധികം പേര് ഇപ്പൊ ഇനി പള്ളിയിലോട്ടായിരിക്കും. ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞ് നമ്മളെ നാട്ടിലൊക്കെ ടിക്കറ്റ് എടുക്കും പോലെയാണ് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ. ഇത് ഈവു സിറ്റി ബസ് ആയതുകൊണ്ട് തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകാൻ 3 RMB പേയ്മെന്റ് ഈടാക്കുന്നത്. ആ ഒരു പൈസക്ക് നമുക്ക് ഏത് സ്റ്റോപ്പിൽ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റും. കൂടുതൽ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഇടവിട്ട് ബസ്സുള്ളതുകൊണ്ട് തന്നെ ബസ് വന്ന് നമ്മളതിൽ കയറി. ഇന്ന് ഇത്ര തിരക്ക് കാണുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. ക്യാമറ പിടിച്ച് വിഷ്വൽസ് കവർ ചെയ്യാൻ നടക്കുന്ന തിരക്കിൽ ഞാൻ സീറ്റ് പിടിക്കാൻ മറന്നുപോയി. എന്ത് ശാന്തതയാണ് നോക്കില്ലേ. നമ്മളെ നാട്ടിലെ പോലെ കിളിയില്ല, കണ്ടക്ടറില്ല, ഒരു ഡ്രൈവർ മാത്രം. ഇതാണെങ്കിൽ സ്റ്റോപ്പിലല്ലാതെ തോന്നിയ സ്ഥലത്തൊന്നും നിർത്തൂല്ല. ആദ്യം തന്നെ QR കോഡെല്ലാം സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം കയറുന്നതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാണ്ട് ആരും പോവുകയില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളാണ് പള്ളിയിലേക്കുള്ളത്. അങ്ങനെ സ്റ്റോപ്പിലെത്തി പള്ളിയിലോട്ട് പോകാൻ നമുക്ക് കുറച്ച് ഉള്ളോട്ട് നടക്കാനുണ്ട്. സമയം ഏകദേശം അടുത്തോണ്ടാണ് ആളുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ വർക്കൗട്ട് ഏരിയകൾ ഉണ്ടാവുന്നുണ്ടാവും. രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നവരും വൈകുന്നേരം വരുന്നവരൊക്കെ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഞാനിപ്പോൾ ബസ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ മെയിൻ എൻട്രൻസ് അല്ല, ബാക്കിലൂടെയാണ്. നമുക്ക് വുളു എടുക്കാനും അവിടെ തന്നെയാണ് സൗകര്യമുള്ളത്. പള്ളിയുടെ ഓരോ വശത്തുള്ള ഗേറ്റുകളിലായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരുണ്ട്. ഈ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാൻ കഴിയുള്ളൂ. നമ്മൾ എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ബാഗും സ്കാൻ ചെയ്ത് നമ്മളെ സ്കാൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. ഒളിവെടുക്കാൻ പോകാൻ എളുപ്പമായതുകൊണ്ടും ബസ് സ്റ്റോപ്പ് ഇതിനടുത്തായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ പ്രവേശിക്കുന്നത്. ഇതാണ് പള്ളിയുടെ വുളു എടുക്കുന്ന ഏരിയ. വുളു എടുത്ത്
എടുത്ത് കഴിഞ്ഞതിന് ശേഷം കാലെല്ലാം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പേഴ്സും അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് മടങ്ങാൻ തുടങ്ങി. പള്ളിയുടെ ഫ്രണ്ട് ഭാഗം അത്രയും അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്നവരെല്ലാവരും അവിടെ വന്നൊരു ഫോട്ടോ എല്ലാം എടുത്ത് സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് പിരിയുന്നത്. കുറേ നേരത്തെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പള്ളീൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അധിക പേരും മുസല്ല കൈ കരുതിയിട്ടാണ് വരാറുള്ളത്. ജുമുഅയുള്ള ദിവസങ്ങളിലൊക്കെ ഈ കാണുന്ന റോഡ് ബാരിക്കേഡ് വെച്ചിട്ട് പോലീസുകാരെ അടച്ചു തരും. ഈ റോഡിലും മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. അത് കാണാൻ ഒരുപാട് പേര്, ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചൈനീസ് ആൾക്കാരും ഇങ്ങനെ ഫുട്പാത്തിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. തിക്കും തിരക്കും കാരണം ആളുകളെ നിയന്ത്രിക്കുന്ന വളണ്ടിയേഴ്സും അവിടെ ഉണ്ട്. പള്ളിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഫാസിക്കാക്ക നാട്ടിൽ പോകുന്നതായതുകൊണ്ട് തന്നെ മൂപ്പരുടെ വക ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഇനി ഇതുപോലുള്ള ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും